ഇപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ള രാധ എന്ന ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനിടയായ കടുവയെ പിടിച്ച് അതിനെ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കർമ്മമാണ് ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് 100ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അവിടെ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്താനും രണ്ടാമത്തെ പാർട്ടി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ്, അവർക്ക് ആശങ്കയുണ്ട്. വനം വകുപ്പ് നാളിതുവരെ സ്വീകരിച്ച നടപടികളുടെ ഫലമായിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായതായി, നേട്ടമുണ്ടായതായി, പ്രയോജനമുണ്ടായതായി ജനങ്ങൾക്ക്, കർഷക സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് അവരിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ ഞാൻ ന്യായമായ പ്രതിഷേധം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പ്രതിഷേധത്തിനിടയായ സാഹചര്യങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാനുള്ളത്? മൂന്നാമത്തത്, ഇതിന് ശാശ്വത പരിഹാരം എന്താണ്? ഈ 3 തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ അടിയന്തരമായി വേണ്ടത് ആ കടുവ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കണ്ടെത്താനും പിടിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻഗണന, അടിയന്തര പ്രാധാന്യം. ആ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ നാളെ 11 മണിക്ക് വയനാട്ടിൽ വെച്ച് വനം വകുപ്പിലെ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സഹായത്തോടുകൂടി ആലോചനാ യോഗം നടക്കുന്നുണ്ട്. ആ ആലോചനാ യോഗത്തിലൂടെ ഒരു ആക്ഷൻ പ്ലാൻ, ഈ കടുവയെ പിടിക്കുന്നതുൾപ്പെടെ നേരത്തെ അവിടെ അംഗീകരിച്ച ഒരു സമൃദ്ധമായ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തി ആ പ്രോജക്റ്റുകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. 3, ദീർഘകാല പദ്ധതി എന്നുള്ളതിൽ നിങ്ങളോടെല്ലാം പലവട്ടം പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഒരു സമഗ്രമായ പദ്ധതി ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ആ പദ്ധതി ഒന്ന് വായിച്ചു നോക്കാൻ പോലും ഇതുവരെ ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സമയം കിട്ടിയിട്ടില്ല. ഒരു ഉത്തരവ് അത് അവർ പറഞ്ഞത് അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതിന് അംഗീകരിക്കാം, പക്ഷേ സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല. അപ്പോൾ സാമ്പത്തികം കൂടിയാണല്ലോ ഇതിനാവശ്യം, അത് പോട്ടെ. അപ്പോൾ പിന്നെന്താണ് വേണ്ടത്? ഇനി ഉയർന്നു വന്നൊരു പ്രശ്നം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും വന്യജീവികൾ കേരള കാടുകളിലേക്ക് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇൻ്റർസ്റ്റേറ്റ് മന്ത്രിസഭാ കൗൺസിൽ യോഗം കൂടാനുള്ള തീയതി നിശ്ചയിക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ വകുപ്പ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അന്തർ സംസ്ഥാന മന്ത്രിസഭാ കൗൺസിൽ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി എന്നൊരു വിലയിരുത്തൽ, ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇത് തയ്യാറാക്കുന്നതിനാണ് ഇപ്പോൾ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം UDF നേതൃത്വമുള്ള യാത്ര ആരംഭിക്കുകയാണ്. അല്ല, അതിൽ എനിക്ക് പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയെക്കുറിച്ച് ഒരഭിപ്രായം പറയുന്നതിൽ വലിയ ന്യായമൊന്നുമില്ല. കാരണം അവരൊരു പ്രതിപക്ഷ പാർട്ടിയാണ്, ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ കിട്ടുന്ന ഏത് അവസരവും അവർ ഉപയോഗപ്പെടുത്തും. അതിൽ ഉത്കണ്ഠപ്പെട്ടൊരു കാര്യമില്ല. എന്നാൽ ഈ സമരം, ഈ പ്രചരണ ജാഥ അവർ പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അത് കേരള നിയമസഭ ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ച വന സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയെ ചൊല്ലിയാണ്. ആ ഭേദഗതികളോടുകൂടി ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം കിട്ടിയതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകുമെന്ന് ഞാൻ പലവട്ടം കോഴിക്കോട്ടെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കിട്ടി, ഏതാണ്ട് 5000-ഓളം അഭിപ്രായങ്ങളാണ് കിട്ടിയത്. അപ്പോൾ അതൊരു വലിയ സംഖ്യയാണ്. അപ്പോൾ അതിലവർക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ആ ആശങ്കകൾ നിലനിർത്തിക്കൊണ്ട് ഒരു ബില്ലും പാസ്സാക്കരുതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലപാടിൻ്റെ ഭാഗമായി ഈ ബില്ലും പാസ്സാക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ആ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു മലയോര പ്രചരണ ജാഥ നടത്താൻ അവർ തീരുമാനിച്ചത്. അപ്പോൾ അവരുടെ മുഖ്യ മുദ്രാവാക്യം നഷ്ടപ്പെട്ട ഒരു പ്രചരണ ജാഥയാണ് ഈ പ്രചരണ ജാഥ എന്നേ ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, വീട് സന്ദർശിക്കുന്നതും സന്ദർശിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം. അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഞാൻ പോകും, ജനങ്ങൾ ആഗ്രഹിക്കില്ലേ പോകില്ല. ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഞാൻ ചെയ്യുന്നത് തയ്യാറാണ്. ജനങ്ങൾ ആഗ്രഹിക്കാത്തൊരു കാര്യം എന്തിനാണ് ഞാൻ ചെയ്യുന്നത്?
അത്രയും എൻ്റെ നിലപാടുണ്ട്. ജനങ്ങളവിടെ ഞാൻ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പോകും. ഞാൻ ചെല്ലുന്നവർക്ക് ആശ്വാസമാണെങ്കിൽ അവർക്ക് അത് എനിക്കും ആശ്വാസമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അത് നമ്മളൊരു മനുഷ്യത്വപരമായ ഒരു ഏർപ്പാടായിട്ട് കണ്ടാൽ മതി. അതിന് അങ്ങനെയല്ലാതെ ഒരു ബാധ്യതയായോ ഒരു ചുമതലയായോ ഒരു ഡ്യൂട്ടിയായോ നമ്മൾ കാണണ്ട. നമ്മൾ മനുഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, ഞാൻ ചെല്ലുന്നവർ അവർക്കൊരു ചെറിയ ആശ്വാസമെങ്കിലും കിട്ടുമെങ്കിൽ അത് അത്രത്തോളം സംതൃപ്തി ഉണ്ടാക്കുന്നത് എനിക്കാണ്. ആ സംതൃപ്തി ഞാൻ എന്തിനാണ് ഒഴിവാക്കുന്നത്? അപ്പോൾ അങ്ങനെ കാണും. അവിടെ പോകുന്നില്ല എന്നുള്ളതൊരു ഒരു ചർച്ചാ വിഷയമേ അല്ല. പിന്നെ ചില മാധ്യമങ്ങൾ ഞാനങ്ങനെ മരിച്ച സ്ഥലത്തൊന്നും പോകാറില്ല ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതായി കണ്ടു. വയനാട്ടിൽ ഒരാളുടെ മരണം സംഭവിച്ചപ്പോഴാണ് ഞാൻ പോകാതിരുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ശാരീരിക അസ്വസ്ഥം കൊണ്ട് പോകാതിരുന്നതാണല്ലോ. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ കരുളായി പോയില്ലേ, അവിടെ വനംവകുപ്പിൻ്റെ ഓഫീസ് അടിച്ചു തകർത്തുന്നതിന് നേതൃത്വം നൽകിയ MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരുന്നു. ആ വീടോ ആ ആളെയോ ആ സ്ഥലത്തോ ഇന്നേ വരെ പോയിട്ടുണ്ടോ? അപ്പോൾ അവിടെ അദ്ദേഹം ഇപ്പോൾ MLA അല്ല, പക്ഷെ അന്ന് അദ്ദേഹം MLA ആണ്. അദ്ദേഹം പോകാതിരുന്നതിനെക്കുറിച്ച് ഒരാളൊന്നും മിണ്ടിയില്ലല്ലോ. എന്ന് മാത്രമല്ല, പോകാതിരുന്ന അദ്ദേഹം സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർക്കുന്നതിന് നേതൃത്വം നൽകിയതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനൊരു നിലപാടല്ല എനിക്കുള്ളത്. ജനങ്ങൾക്കുള്ള ആവശ്യവും പ്രാദേശിക പ്രവർത്തകന്മാരുടെ ആവശ്യം ഞാനവിടെ ചെല്ലണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെല്ലും. ഇപ്പോൾ നമുക്ക് പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൻ്റെ ഒരു മുഖ്യ വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ 1972 വന്യജീവി സംരക്ഷണ നിയമമാണ്. വന്യജീവി സംരക്ഷണവും വനസംരക്ഷണവും ഒന്നാണെന്നുള്ള നിലയിലാണ് ചിലർ വ്യാഖ്യാനിക്കുക. അത് രണ്ടാണ്. ഈ 72 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പം തന്നെ വെടിവെക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പറഞ്ഞില്ല, കേന്ദ്ര ഗവൺമെൻറ് അനുവാദം നൽകി നമ്മൾ 22 പന്നികളെ വെടിവെക്കാൻ കൊടുത്തില്ല. എന്താ നിബന്ധന? ആ പന്നി ഗർഭിണിയാണോ എന്ന് പരിശോധിച്ച് ഗർഭിണിയല്ലെന്ന് ഉറപ്പുവരുത്തിയാലേ വെടിവെക്കാൻ. അതെങ്ങനെ സാധിക്കുന്നില്ല? അതിൻ്റെ ഒരു പരിഹാസ്യത ഇതേവരെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. കാട്ടുപന്നി വന്ന് ആക്രമിക്കുമ്പോൾ അത് വെടിവെക്കുന്നതിന് മുമ്പ് ആ കാട്ടുപന്നി ഗർഭിണിയാണോ അല്ലയോ എന്ന് നോക്കി ഗർഭിണിയല്ലെന്ന് ഉറപ്പ്. അപ്പോൾ ഗർഭിണിയാണെങ്കിൽ വെടിവെക്കാൻ പാടില്ല. ഇത് ഉറപ്പ് വരുത്താൻ ഈ പന്നി നിന്ന് തരുമോ? അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ 3 കൊല്ലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള നിയമസഭ ഐക്യകണ്ഠേന നിയമം പാസ്സായി ആ കേന്ദ്ര നിയമം പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭം. വനമന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വയനാട്ടിൽ ആലോചനാ യോഗം ചേരാൻ തീരുമാനമായിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ ആക്ഷൻ പ്ലാൻ സംഘടിപ്പിക്കും. അപകടം നടക്കുന്ന സ്ഥലങ്ങളിൽ താൻ പോകുന്നില്ല എന്ന് തെറ്റായി പ്രചാരണം നടത്തുന്നു. വന്യജീവി സംരക്ഷണവും വനസംരക്ഷണവും രണ്ടാണ്. പലപ്പോഴും ഈ നിയമങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇത് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ബോധ്യമാകുന്നില്ല എന്നും ചോദിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സംരക്ഷണ ജാഥ, ഈ ജാഥയുടെ മുദ്രാവാക്യം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. സർക്കാർ പിൻവലിച്ചതാണ് വന നിയമ ഭേദഗതി. പിന്നീട് അക്കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ജാഥ നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു.